സ്വീപ്ലാൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നഴ്സറി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് ഡ്രൈ ആയിരിക്കുമ്പോഴാണ് ഇത് നനച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ഹലോ, എൻ്റെ പേര് സാനിമ. ഞാൻ ഫോർത്ത് ഇയർ PG പഠിക്കുകയാണ്. അപ്പോൾ KSWC വുമൻസിലും ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും ഇൻട്രാക്റ്റീവ് സെക്ഷനിൽ വിത്ത് നിഷ സിറാജ് മാം. മാം ഒരു ഗാർഡനറാണ്, അതേമാതിരി തന്നെ ഒരു പ്ലാന്റ് നഴ്സറി ഓണറാണ്. മാം പറയുമ്പോൾ നമ്മളെ മാതിരി PG UG ഒന്നും പഠിച്ചിട്ടല്ല, സ്വന്തമായിട്ട് പഠിച്ച് സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ബാക്കി ഇൻട്രൊഡക്ഷൻ മാം പറയും. പേര് നിഷ എന്നാണ്. 4 മക്കളുണ്ട്, 2 ആൺകുട്ടികളും പെൺകുട്ടികളും. തിരൂരാണ് വീട്. സ്വീപ്ലാൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നഴ്സറി ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഞാൻ തന്നെ ഇങ്ങനെ വീട്ടിൽ വെച്ചിട്ട് ടെറസിലാണ് ഈ വർക്കെല്ലാം ചെയ്യണത്. പ്ലാന്റ് നഴ്സറി ആക്കിയിട്ട് വെച്ചിട്ടുള്ളത്. മാം പറഞ്ഞു, മാം സ്വന്തമായിട്ട് തുടങ്ങിയ ബിസിനസ് ആണ്. അപ്പോ ഇങ്ങനെ കുട്ടികളെ നോക്കി ഹസ്ബൻഡിന്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇതിലോട്ട് എത്താനുള്ള ഒരു പ്രചോദനം ഉണ്ടാണ്, ഒരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. അതൊന്ന് പറഞ്ഞു. എനിക്ക് കുഞ്ഞിലെ ഇഷ്ടമായിരുന്നു ചെടികളും പൂക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ നന്നായിട്ട് ഒരു ചെറിയ ഗാർഡൻ ചെയ്തിരുന്നു. അപ്പം അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാ കല്യാണം കഴിഞ്ഞ സമയമായപ്പം അതിൻ്റെ തുടർച്ച എന്നോണം അവരെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഹസ്ബൻഡിൻ്റെ ഉമ്മയും ഉപ്പയും നന്നായി ചെടി വളർത്തുന്ന ആൾക്കാരായിരുന്നു. അവരെന്ന് പിന്നെ അവരെടുത്തു നിന്നാണ് ഞാൻ സെക്കുലൻസും കള്ളിച്ചെടികളൊക്കെ കൂടുതലായിട്ട് കണ്ടതും അവർ വളർത്തുന്നതും അവരെ ആ പരിപാലനം ഒക്കെ നോക്കി കണ്ടുകൊണ്ടാണ് ഞാൻ അത്രയും കാലം അവിടെ നിന്നപ്പം എനിക്ക് അവരെടുത്തു നിന്നാണ് ഈ ചെടികളായിട്ടുള്ള പ്രചോദനം ഉണ്ടായത്. നേരത്തെ സാധാ ചെടികൾ, ചൈനീസ് ബ്ലോസം അങ്ങനത്തെ ചെറിയ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. എവിടെ പോയാലും നമുക്ക് അത്രയും വാങ്ങിച്ചു തരും. ഇനി വേണോ എന്ന് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരും. അതുകൊണ്ടായിരിക്കും എനിക്ക് ഇങ്ങനെ വരാൻ പറ്റിയത്, അല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഈ കുടുംബജീവിതത്തില് ഇത്തരം ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും വെല്ലുവിളിയായിട്ട് തോന്നുന്നുണ്ടായിരുന്നോ? അങ്ങനെ ഒരു പൂന്തോട്ട പരിപാലനം തുടങ്ങി വെച്ചപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് വെല്ലുവിളിയാണ്, ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്ക് ഇഷ്ടം ആദ്യം തന്നെ പിന്നെ എംബ്രോയിഡറി ആയിരുന്നു ഇഷ്ടം. അപ്പോൾ ഞാൻ അതിലാണ് കൂടുതൽ എൻ്റെ വീട് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴും വീട്ടിൽ മുഴുവനും ഹാങ്ങിങ് ചെയ്തിട്ടുള്ളത് എംബ്രോയിഡറി തുന്നിയിട്ടും ഒക്കെ ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ചിലപ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അതങ്ങനെ അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച്. പിന്നെ ഇങ്ങനൊരു ഫീൽഡിൽ വരുമ്പോൾ നമുക്ക് അതിൽ ചെടിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴും അതിൽ പിന്നെ വളമിട്ട് പൂക്കളുണ്ടായി കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട്. നമ്മൾ വീട്ടിലിങ്ങനെ പണിയെടുത്തിട്ട് ഇങ്ങനെ ഹൗസ് വൈഫ് ആവുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ടെറസിൽ തന്നെ ഇങ്ങനത്തെ ചെടികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് പരിപാലിക്കുമ്പോഴും കുറച്ച് സമയം അതിൻ്റെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുമ്പോഴും നമ്മളെ പിന്നെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ അവരോട് പങ്കുവെക്കുമ്പോഴൊക്കെ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവും. മക്കൾ തന്നെ പറയാറുണ്ട്, ഉമ്മാക്ക് ഞങ്ങളോടൊന്നും അല്ല ഇഷ്ടം, ഈ ചെടികളും പൂക്കളോടാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, അവർ തിരിച്ചൊന്നും എന്നെ പറയണില്ലല്ലോ. നിങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചു പറയൂലേ, അവർക്ക് ഞാൻ എത്രയും ചെയ്യണത് നല്ലതാണല്ലോ, ഒന്നും പറയണില്ലല്ലോ എന്ന്. പിന്നെ നമ്മളൊരു ചെടി വെക്കുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്താൽ അതിൻ്റെ ഫലം ഒരു മൃഗമോ പക്ഷിയോ മനുഷ്യനോ കഴിച്ചാൽ അതൊരു നന്മയായിട്ട് രേഖപ്പെടുത്തും. അപ്പൊ അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യങ്ങളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും അതിൽക്ക് വീണ്ടും വീണ്ടും ഇറങ്ങാനും ഇഷ്ടപ്പെടാനും തുടങ്ങുന്നത്. നമുക്ക് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫീൽഡിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഒരുപാട് പുതിയ അറിവുകൾ ലഭിക്കും. ഈ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഉണ്ടായിട്ടുള്ള ഒരു കോമൺ മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു? എല്ലാ കാര്യങ്ങളും എനിക്ക് നന്മയുണ്ടായിട്ടുള്ളൂ. ഈ ഫീൽഡിലേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞത് ഒന്നാമത്തെ തന്നെ ഇപ്പം ഞാൻ ഈ ഇരിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത്രയും നല്ലോണം പഠിക്കുന്ന കുട്ടികൾ ഇത്രയും വലിയൊരു കോളേജ് ഇതിൻ്റെ മുമ്പിൽ ഞാനിങ്ങനെ വന്ന്
നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളായിട്ട് കൂട്ടുകൂടാനും ഇതൊക്കെ പറഞ്ഞു തരാനും എനിക്ക് ദൈവം തന്നത് അൽഹംദുലില്ലാ ഇങ്ങനൊരു വന്നതുകൊണ്ടല്ലേ. അപ്പൊ എനിക്ക് എല്ലാ കാര്യത്തിലും സന്തോഷം തന്നെ. ഈ പൂന്തോട്ട വരുമാനം പൂന്തോട്ടം ഒരു വരുമാന മാർഗമാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന എമൗണ്ട് നമുക്കിത് സെല് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് നമുക്കത് കിട്ടുന്നുണ്ടോ? എനിക്ക് ഇത് കൂടുതൽ സെയിൽ ഉണ്ടായത് കൊറോണ ടൈമിലാണ്. ആ സമയത്ത് നല്ലോണം സെയിൽ ഉണ്ടായിട്ടുണ്ട്. അന്നാണ് എല്ലാവരും അറിയണത് എൻ്റെ അടുത്ത് തന്നെ ഇത്രയും കളക്ഷൻ ഉണ്ട് എന്നും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ അടുത്ത് നിന്ന് തന്നെ ഒരുപാട് സഹായങ്ങളുണ്ട്. ഞാൻ വൈഗ എന്ന് പറഞ്ഞിട്ട് ഒരു കൃഷി വിപണന മേളയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ വെച്ചിട്ടായിരുന്നു അതുണ്ടായത്. അപ്പൊ അതിൽ പങ്കെടുത്തപ്പോഴാണ് അവിടെ വരുന്ന ആൾക്കാരും കാര്യങ്ങളും ഒക്കെ കണ്ടും അവർക്ക് അറിയാനായി ഞാനിങ്ങനെ ഒരാളുണ്ട് എന്നാൽ എൻ്റെ നമ്പറും കാര്യങ്ങളും കൊടുത്ത് കഴിഞ്ഞപ്പം അവര് അങ്ങനെ വന്നു. പിന്നെ ഏഷ്യാനെറ്റിലെ കിസാൻ കൃഷിദീപം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തപ്പം കുറെ ആൾക്കാർ അത് കണ്ടിട്ട് അവരങ്ങനെ വിളിച്ച് ഒരുപാട് ബെനിഫിറ്റും അപ്പൊ ആ സമയത്ത് നമുക്ക് സെയിലുണ്ടായി. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും കുറേ ഉണ്ടാവും, കുറേ കേടുവന്ന് പോവും, ചീഞ്ഞു പോവും. അതേപോലെ തന്നെ ഇതിലും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് സെയിലൊന്നും ഇല്ലാത്ത സമയമാണ്. പക്ഷെ കുറേ നേരം നല്ലോണം സെയിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സീ പ്ലാൻ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സറിയാണ്, വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാം പറഞ്ഞു ചെടി ഉണ്ടാക്കുമ്പോ കുറെ സന്തോഷവും. അപ്പോ ഈ ചെടി ഉണ്ടാക്കാൻ തുടങ്ങുന്ന ടൈമിലും അതേമാതിരി അതിനു മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും മാറ്റം വന്ന വഴി തോന്നിയിട്ടുണ്ടോ? മെന്റലായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ലൈഫിൽ എന്തൊക്കെ മാറ്റം വന്നത്? അല്ലെങ്കിൽ ലൈഫില് മാറ്റങ്ങൾ തന്നെ ഉള്ളൂ. എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നില്ല. നമ്മളെ വീട്ടിലാണ് ഈ ടെറസിലാണ് ഈ ചെടികളൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്നില്ല. എന്നാ നമ്മള് ടെറസിൽ മുകളിൽ ചെന്ന് ആ ചെടീൻ്റെ അടുത്ത് കുറെ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് നമ്മള് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മള് സത്യം പറഞ്ഞ എനിക്ക് തന്നെ ഓർമ്മ വരില്ല ഞാൻ എത്ര നേരം അവിടെ ഇരിക്കുന്നുണ്ട് എന്ന്. അപ്പം അതൊരു വലിയൊരു കാര്യം തന്നെയല്ലേ. നമ്മളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് നമ്മൾ ആ ഭാഗത്ത് പോയിരിക്കുമ്പോൾ അതിനെ മാത്രം സംരക്ഷിക്കുമ്പോഴും അതൊരു സന്തോഷം തന്നെയാണല്ലോ. ഈ പൂന്തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ദിവസവും അതിനെ പരിപാലിക്കണമല്ലോ. ഇതിനെന്തെങ്കിലും റൊട്ടീൻ എന്തെങ്കിലും ഉണ്ടോ? ദിവസം രാവിലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും റൊട്ടീൻ ഉണ്ടോ? അത് ഈ ചെടികളായതുകൊണ്ട് എന്നും ചെയ്യണമെന്നില്ല. ആഴ്ചയിൽ 2 ദിവസം നനച്ചാലും മതി. പിന്നെ മണ്ണ് ഡ്രൈ ആയിരിക്കുമ്പോഴാണ് അത് നനച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്ന പോലെ ചെറിയ പാത്രത്തിലാവുമ്പോൾ എത്ര വെള്ളം കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നല്ലോ, അതേപോലെ കൊടുക്കുക. വലിയ പാത്രത്തിലാവുമ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നാലും നമ്മൾ പുറത്ത് ഒരാഴ്ച വരെ വീട് പൂട്ടിയിട്ട് പോവുകയാണെങ്കിലും ആ ചെടികൾ അങ്ങനെ തന്നെ ഇരിക്കും, ചീഞ്ഞു പോകുമൊന്നുമില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ ബോട്ടണി സ്റ്റുഡൻസ് ആണ്. ഇതിന് ഗാർഡനിങ് ഇഷ്ടമുള്ള ഒരുപാട് കുട്ടികളുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉപദേശം എന്തായിരുന്നു? നിങ്ങളെല്ലാവരും ഈ ഫീൽഡിലേക്ക് വരണം എന്നാണ് ഞാൻ പറയണത്. എപ്പോഴും കുറെ ഡോക്ടർമാരും കുറെ എഞ്ചിനീയർമാരും എല്ലാവരും അല്ല വേണ്ടത്. ഇതിലും നമ്മൾ കൂടുതൽ ഇതിലും നിന്നാലാണ് നമ്മളെ നാടിന് അതൊരു കൃഷി സംരംഭം ആവുകയാണെങ്കിൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് നമ്മൾ പച്ചക്കറിയും ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുവരുന്നത്. നമ്മളെ നാട്ടിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വയലുകളും ഇപ്പം ഒക്കെ കുറെ നികത്തി അവിടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നാലും നമ്മളെ വീട്ടിലേക്ക് പയറ്, വെണ്ട, വെള്ളരി, തക്കാളി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് ടെറസിൽ വെച്ചാലും ചെറിയ ഇത്ര പോകുന്ന പാത്രത്തിലായാലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കൊരു ദിവസം നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിന്ന് പൊട്ടിച്ച് കൊണ്ടുവരുന്നത് അത് വലിയൊരു സന്തോഷമാണ്. ഇതിപ്പോ വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ശരി, നമ്മളൊരു ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കുകയാണെങ്കിൽ എന്തെങ്കിലും
സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ടോ? ഒരുപാട് സഹായങ്ങളുണ്ട് ഈ കാര്യത്തിൽ. നമ്മളൊരു വാട്ടറിങ് ആണെങ്കിൽ അതിനുള്ള അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട്. വളങ്ങളാണെങ്കിൽ അതിന് സബ്സിഡി ഉണ്ട്. നമ്മൾ ചെയ്യണില്ല, പ്രവർത്തിക്കണില്ല എന്നുള്ളൂ. ആരും ഇതിൽ ഈ കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കണില്ല എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ 2021 എനിക്കൊരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞത്. ആ അവാർഡ് കിട്ടുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിളിച്ച് പറയാണ്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നിഷ, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇത്രയും ചെടികളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് ചെയ്തിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തതും കാര്യങ്ങളും. അപ്പോഴാണ് അറിയണത് ഇങ്ങനെ ഒരു കാര്യം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്നുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. നിങ്ങളൊക്കെ പഠിച്ച് ആ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാം പറഞ്ഞു, മാം മീറ്റിംഗ് പോലെ സ്വന്തമായിട്ട് വളർന്ന് ഒരു ഞങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ്. മാം പറയുമ്പോൾ ഒക്കെ സ്വന്തമായിട്ട് പഠിച്ചു വളർന്നതല്ലേ. അപ്പോൾ ഈ പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടല്ലോ? കാരണം ഒന്നും അറിയില്ല, തുടക്കാണ്, അതും അറിയാത്ത. മാം തന്നെ പറഞ്ഞു ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് വന്നിട്ടാണ് സർക്കുലർ പ്ലാൻസ് എന്ന് പറഞ്ഞൊരു പ്ലാൻസിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പൊ എനിക്ക് പോലും ഇതെങ്ങനെ ചെയ്യേണ്ടത് ഇതാക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പൊ മാം എങ്ങനെയാണ് അതൊക്കെ പഠിച്ചെടുത്തത്? അവര് ഉമ്മയും ഉപ്പയും, ഹസ്ബൻഡിന്റെ ഉമ്മയും ഉപ്പയും അവര് എവിടെന്നെങ്കിലൊക്കെ കളക്ഷൻ കിട്ടുമ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് അവർ ചെയ്യണത് നമ്മളിങ്ങനെ നോക്കി നിൽക്കും. ഉമ്മ പറയുമായിരുന്നു, ഉമ്മ മരിച്ചുപോയി, ഉമ്മ പറയുമായിരുന്നു കൂടുതൽ വെള്ളം ഒഴിക്കണ ചീഞ്ഞു പോവും. അപ്പം അങ്ങനെ അവരത് ശ്രദ്ധിക്കണത് നമ്മൾ നോക്കി നിൽക്കുകയാണ്. നമ്മളപ്പം നോക്കണില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി നിൽക്കാത്ത പോലെ ഞാനൊരു സൈഡിൽ നോക്കിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കഴിഞ്ഞപ്പോൾ അത് ചീഞ്ഞു പോവുമോ എന്നുള്ള പേടി കൊണ്ട് നമ്മളത് ശ്രദ്ധിക്കാണ്ടിരിക്കുകയാണ്. പക്ഷെ അതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് ആവാനും ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇഷ്ടമുണ്ട് അതിനോട്. ആ ഇഷ്ടമാണ് നമുക്ക് വേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മൾ ആ ഇഷ്ടമുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ രൂപത്തിലേക്ക് നമ്മളെ അല്ലാഹു അടുപ്പിക്കും. അതാണ്. അപ്പൊ മാം ഒരു വലിയ പ്രചോദനം തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നിട്ട് പോലും ഞങ്ങളതൊന്നും പഠിക്കണില്ല. നോക്കി നിന്ന് പഠിക്കാനൊക്കെ പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ്. നമ്മളിപ്പോ പണ്ട് യൂസ് ചെയ്ത മെത്തേഡ് ഒന്നും ആയിരിക്കില്ലല്ലോ ഇപ്പൊ പൂന്തോട്ട പരിപാലനത്തിന് യൂസ് ചെയ്യുക. നമ്മൾ പണ്ട് യൂസ് ചെയ്ത മണ്ണോ അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്ത വളമോ അങ്ങനെയൊന്നും ആയിരിക്കില്ല നമ്മൾ ഇപ്പൊ നൗഡേയ്സ് യൂസ് ചെയ്യുക. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തൊക്കെ ടെക്നിക്സാ പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്നത്? ഞാൻ ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പഴയ നമ്മളെ ഡ്രസ്സുകൾ, നമ്മള് വേസ്റ്റ് വേണ്ടാതെ കീറിയൊക്കെ ഡ്രസ്സുകൾ എടുത്തിട്ട് അത് കീറി കളഞ്ഞിട്ട് നല്ലോണം ചെറുതായി കീറി കളഞ്ഞിട്ട് തുണി, ചട്ടിയാണെങ്കിൽ ചട്ടിയിൽ നമ്മൾ മണ്ണ് നിറക്കണ നേരത്ത് പിന്നെ ഈ മണ്ണൊക്കെ കൂടുതൽ ടെറസിലേക്ക് പൊക്കി കൊണ്ടുപോകാനൊക്കെ പണിയാണ്. അപ്പം ആ ചട്ടിയിൽ ഏറ്റവും അടിയിൽ പഴയ തുണികൾ നിരത്തി വെക്കാറുണ്ട്. പിന്നെ കാർഡ്ബോർഡ്, ന്യൂസ് പേപ്പർ, കരിയില, അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ട് അപ്പം നമുക്ക് പൊക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കാനും എല്ലാത്തിനും പറ്റാറുണ്ട്. അങ്ങനെ ഇന്റെ കാര്യത്തിലാണ് എനിക്ക് ബേസിക് ഇങ്ങനെ ആയിട്ട് പറയാം എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ഞാനും ചെയ്യണ കാര്യങ്ങളാണ് ഞാൻ പറയണത്. ഞാൻ പറഞ്ഞില്ല ഞാനിങ്ങനെ. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ മനോരമ, വനിത അങ്ങനത്തെ ഉള്ള ബുക്സൊക്കെ എല്ലാം ഉള്ളൂ. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് കിട്ടിയിട്ടും വായിച്ചിട്ടുമാണ് പഠിച്ചിട്ടുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്ത് കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ വിരലിന്റെ തുമ്പിൽ തന്നെ എല്ലാ കാര്യമുണ്ട്. ഇപ്പം നിങ്ങൾ 4 പേരെ കണ്ടപ്പോൾ 4 പേരെടുത്തും ഫോണുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഏതിപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഇപ്പോ ഗാർഡനിൽ പറയുമ്പോൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതിലൊരു സ്റ്റേജ് ആ ചെടിയെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കെയർ ചെയ്യാൻ, ആ ചെടിക്ക് ഉണ്ടാവുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ചേഞ്ചസ് കാര്യങ്ങൾ, അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ്. അത് ഓരോ ചെടിക്കും ഓരോ തരം വളപ്രയോഗം, വെള്ളം കൂടുതൽ പാടില്ലാത്തതുണ്ട്, വെള്ളം കുറഞ്ഞത് ഉള്ളതുണ്ട്. അങ്ങനെ ഓരോ ചെടിക്കും ഓരോ വെറൈറ്റി കാര്യങ്ങളാണ് വേണ്ടത്. അപ്പം അതിനനുസരിച്ച് അത് നമ്മളിങ്ങനെ കുറേ ചീഞ്ഞു പോവും, കുറേ നന്നായി വരും. അപ്പം എല്ലാം അതിനനുസരിച്ച് നമ്മളിങ്ങനെ നോക്കിയിട്ടും പിന്നെ ഇപ്പം യൂട്യൂബിൽ
നമുക്കറിയാം. അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ വോയിസ് ഇട്ട് കഴിഞ്ഞാലും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഇന്ന പ്ലാന്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനുള്ള അറിവുണ്ട്. എൻ്റെ കാര്യത്തിൽ ഞാൻ എല്ലാം പ്രാക്ടിക്കലായിട്ട് ഓരോന്നും ചെയ്ത് പഠിച്ചതാണ്. ഈ പ്ലാന്റ്സിന്റെ പേരൊക്കെ വെച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഈ ഓരോന്നിന്റെ നെയിംസ് ജസ്റ്റ് എന്താണുള്ളത്? അല്ല, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഞാൻ പറഞ്ഞാലും ചില കാര്യങ്ങൾ ശാസ്ത്രീയ നെയിമും സയന്റിഫിക് വേർഡും അങ്ങനെ ആയിട്ട് പലതും വ്യത്യാസമായിട്ട് വരും. അപ്പൊ എൻ്റെ അടുത്ത് തന്നെ ഗാർഡനിൽ വന്ന ആൾക്കാർ പറയും ഇത് അതല്ലല്ലോ എന്ന് പറയും. അപ്പൊ ഞാൻ പറയും ഇത് നിങ്ങൾ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പേരാണ് അതിന് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. ഞാൻ എല്ലാ പേരുകളും പഠിക്കാൻ ശ്രമിക്കാറില്ല സത്യം പറഞ്ഞാൽ. ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൂടുതലായിട്ടും ഈ മുള്ളിച്ചെടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. കുറേ കളക്ഷൻസും ഉണ്ട്. അപ്പൊ ഓരോന്നും പഠിച്ചു വെക്കാന്ന് പറഞ്ഞാൽ എൻ്റെ നാവിന് വളയണില്ല. അപ്പൊ അത് കാരണം ഞാൻ കൂടുതൽ ഇതിൽക്ക് ശ്രദ്ധിക്കാറില്ല. ഇതെന്തൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ വളർത്താൻ പറ്റും ആ കാര്യങ്ങളാണ്. ഈ പേര് പഠിക്കണേക്കാളും കൂടുതലായിട്ട് ഞാൻ അതിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് തന്നെ അറിയുന്ന കാര്യങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അത് എത്ര പ്രയാസമാണ് പഠിക്കാനും ആ ഓരോ വേർഡ്സുകളും കാര്യങ്ങളും. അപ്പം എനിക്കത് വഴങ്ങണില്ല. മാമിനൊക്കെ നമ്മള് ശരിക്കും എംബോർഡ് ആയിട്ടുള്ള ഒരു വുമൺ അല്ലെങ്കിൽ ഒരു സ്ത്രീ എംബോർഡ് ആയ ഒറ്റയ്ക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള എക്സാമ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ വളർന്നു വരുന്ന പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളെ ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ മാമിനെ എന്തൊരു ഉപദേശം കൊടുക്കാറ് വളർന്നു വരുന്ന സമൂഹത്തിന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പൊ ബോട്ടണി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഇത്രത്തോളം അറിവുണ്ടാവില്ല. അപ്പൊ മാമിനെ പറഞ്ഞു പല ചെടികളുടെ പേര് അറിയില്ല, ഞങ്ങൾക്കും പല ചെടികളുടെ പേര് മാമിന്റെ അറിവ് പോലും ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പൊ മാമിന് എന്ത് ഉപദേശം കൊടുക്കാനുള്ളത് കുട്ടികൾക്ക്? നിങ്ങൾ പഠിക്കണ ഈ ബോട്ടണി എന്ന് പറഞ്ഞ വിഷയത്തിൽ നന്നായി പഠിക്കുക. പിന്നെ നന്നായി പഠിക്കുക. അതാണ് കൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴാണ് അറിവ് കിട്ടുക. ഈ പഠിക്കണേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എൻ്റെ മാതിരി തന്നെ ആവാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പം നിങ്ങളെ സമയം അതാണ് പഠിക്കേണ്ടത്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. അത് തന്നെയാണ് അറിവ് നേടാനുള്ള വലിയൊരു വഴി. മാമിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളർത്താൻ ചെടികളിൽ സക്യുലൻസ് തന്നെയാണോ, അതോ വേറെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടം സത്യം പറഞ്ഞാൽ സക്യുലൻസ് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അതെന്താണെന്ന് പറഞ്ഞാൽ അതെത്ര ഭംഗിയാക്കി ഇങ്ങനെ ഓരോ സെറ്റ് ചെയ്ത് വെച്ചാലും നല്ല ഭംഗിയാണ്. പക്ഷെ കുറച്ച് നാളെ അങ്ങനെ ഇരിക്കുള്ളൂ. മണ്ണ് ഡ്രൈ ചെയ്തിട്ട് ആവുകയാണെങ്കിൽ എത്രയും മണ്ണ് ഡ്രൈ ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതാണ് അതിന് നല്ലൊരു മീഡിയമായിട്ട് തോന്നിയിട്ടുള്ളത്. ഈ ചെടി വളർത്തിയതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയുള്ള മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോരാത്തതിന് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും മുള്ളിന്റെ ഇടയിൽ കിടന്നിട്ടാണ് ഞാനൊരു രോഗി എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കൈയിന്റെ മുള്ളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴും ഒക്കെ പേടിയായിരുന്നു. പക്ഷെ അതൊന്നും നോക്കാണ്ട് നമുക്ക് അതിൽക്ക് കൂടുതൽ ഇതാവുമ്പം നമ്മൾ വിചാരിക്കും അതിൻ്റെ അടുത്ത് പറയാറുണ്ട് എല്ലാവരും മുള്ളു വരും, ഇങ്ങനെ മുള്ളാണ്, അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ രോഗമുള്ളതല്ലേ, ഷുഗർ ഉള്ളതല്ലേ, അപ്പം പഴുപ്പ് വരൂലേ അങ്ങനെ. പക്ഷെ ഇന്ന് വരെ അൽഹംദുലില്ലാ അങ്ങനത്തെ ഒരു രോഗങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകളൊന്നും കൊണ്ടും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ട് നമ്മളോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. എംബ്രോയിഡറി ഞാൻ നേരത്തെ ഞാൻ ഈ ചെടികളൊക്കെ വരുന്ന മുമ്പ് എംബ്രോയിഡറി തന്നെയായിരുന്നു ചെയ്തിരുന്നത്.
അത് ചെയ്തപ്പോഴും നമ്മൾ വീടുണ്ടാക്കിയപ്പം ആ വീട്ടിൻ്റെ ഉള്ളിൽ നിറയെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വീട്ടിൽ ഇരുന്നിട്ട് നമുക്ക് ചെയ്ത വർക്കിലുണ്ടായിട്ടുണ്ട് ഓർക്കിഡ് പൂക്കളൊക്കെയാണ്. പക്ഷെ അന്ന് എനിക്കറിയില്ല അത് ഓർക്കിഡ് എന്ന് പറഞ്ഞ പൂവാണെന്ന് പോലും എനിക്കറിയില്ല. ഇപ്പം ഞാൻ ആ പൂവിനെ പരിപാലിച്ച് നടക്കുന്ന സെയിം പൂവിൻ്റെ വീട്ടിൽ ഞാൻ തുന്നിയ അതേ പൂവ് ഞാൻ വെറുതെ ആ പൂവ് കുറേ നേരം നോക്കി നിൽക്കുമായിരുന്നു. അന്ന് അതായിരുന്നു എൻ്റെ ഇഷ്ടം. അപ്പോൾ അത് കുറേ നേരം നോക്കി നിൽക്കുമായിരുന്നു. അതെന്നെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കുറേ ഇങ്ങോട്ട് വന്നപ്പം അതൊക്കെ ശരിക്കും ഒറിജിനൽ പൂവായിട്ട് കാണാൻ പറ്റി. നമുക്ക് നല്ലൊരു വ്യക്തിനെയാണ് നമുക്കിവിടെ ഇന്ററാക്ട് ചെയ്യാൻ കിട്ടിയത്. അവിടെ 10 വിവരമൊന്നും ഇല്ലാതെ വെറുതെ പറയാന്ന് മനസ്സിലായി ഞങ്ങൾക്ക്. ഞങ്ങളെക്കാട്ടിലും കൂടുതലുണ്ട്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം കുടുംബിനെയാണ് 2-3 മക്കളെ നോക്കേണ്ടത്. അവരെ നല്ല വഴിക്കിടാക്കുക. പേരക്കുട്ടികളുണ്ട് കേട്ടോ. വയസ്സായെന്ന് തോന്നുന്നു. പേരക്കുട്ടികളുണ്ട്. ഹസ്ബൻഡിന്റെ കാര്യം നോക്കേണ്ടത്. വീട്ടിലെ എല്ലാ ജോബും ചെയ്തിട്ടാണ് ഈ ചെടികളെ പൂക്കളൊക്കെ വളർത്തുന്നത്. അപ്പൊ നല്ലൊരു പ്രചോദനമാണ്. കാരണം ബോട്ടണി സ്റ്റുഡൻസ് ആയ നമുക്കാണെങ്കിലും ബോട്ടണി സ്റ്റുഡൻസ് ആയ നമ്മൾ മാത്രമല്ല ചെടികൾ വളർത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്രയും എംപോർഡ് ആയിട്ടുള്ള ഒരു വുമനെ നമുക്ക് നമ്മളെ മുമ്പിൽ ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. അതിൽ ഞങ്ങളെല്ലാവരും അവനൊരു നല്ല കയ്യടിയെ കൊടുക്കണം. ഞങ്ങളെ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതിനും അതേപോലെ തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചതിനും ഇത്രയും അറിവ് തന്നതിനും വലിയൊരു താങ്ക്സ്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാനെങ്കിൽ മോനെ വെച്ച് വായോ ഇമ്മഴിക്കല്ലേ മോനെ ആൾക്കാരനാണ്. നന്നായി പഠിക്കുക, എല്ലാവരും കൃഷിക്കാരാവുക, അതാണ് എൻ്റെ ഒരു സന്തോഷം. ഞാൻ ഇവിടെ വന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റി. അത് ഞാനും കൂടെ അറിയാതെ ആ ഫീൽഡിൽ വന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ വന്ന് നിങ്ങളെ കോളേജ്, നിങ്ങളെ സാറുമാരെ ഇങ്ങനെയൊക്കെ പറയാൻ, ഒന്നും പഠിക്കാത്ത ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു തരിക, അതന്നെ എനിക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പം നിങ്ങളും അതേപോലെ എപ്പോഴും പഠിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അതിന് വയസ്സ് എന്നുള്ളത് കാര്യമാക്കാതെ നമ്മളെല്ലാവരും എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. സോ താങ്ക് യു ഫോർ കമ്മിങ്. ഞങ്ങൾക്ക് ഇത്രയും കൂടുതൽ അറിയാൻ ഭയങ്കര നന്ദി.